പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, കുറച്ച് ദിവസമായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഈ വീഡിയോ ചെയ്യാൻ. കാരണം എന്തറിയാമോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടോ അതിൽ എൻ്റെ ജീവിതത്തിൽ കുറേ കടത്തിലൊക്കെ ഞാൻ പെട്ടിട്ടുണ്ട്. ആ കടത്തിൽ നിന്ന് ഞാൻ 100% ഡെപ്റ്റ് ഫ്രീ ആയത് ഈ കുറച്ച് പ്രിൻസിപ്പിൾസ് എൻ്റെ ലൈഫിൽ പകർത്തിയപ്പോഴാണ്. അപ്പൊ നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയാവോ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സെയിം പാറ്റേൺ നിങ്ങളങ്ങ് കൊണ്ടുപോയാൽ നിങ്ങൾക്കും കടത്തിനെ ഓവർകം ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു അസറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു വീഡിയോ അവസാനം വരെ നിങ്ങൾ കേൾക്കാൻ റെഡിയാവണം. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തതും 100%ഉം എനിക്ക് ഗുണമുണ്ടായ കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എൻ്റെ ബുക്കാണ് ശുഭചിന്ത നൽകിയ വിസ്മയം. ഈ ബുക്കിൽ ശരിക്കും 57ാമത്തെ ചാപ്റ്ററാണ് കടത്തെ എങ്ങനെ മറികടക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു 69 ചാപ്റ്ററാണ് ഈ ഒരു ബുക്ക്. അടുത്ത ബുക്ക് വരുവാണ്. അപ്പൊ ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ റിയൽ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ മക്കൾ നൽകിയ വിജ്ഞാനം, നമ്മുടെ ക്ഷമയില്ലായ്മ മൂലം എത്ര ഹൃദയങ്ങൾ വേദനിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഓരോരോ ചാപ്റ്റേഴ്സും മാപ്പ് നൽകൂ, ജീവിതം അനായാസം ജീവിക്കൂ. ഇങ്ങനെ എൻ്റെ ലൈഫിലെ ഓരോ കാര്യങ്ങളും ഈ തിരിച്ചറിവ് നിങ്ങളെ സ്വതന്ത്രരാക്കും. ഇങ്ങനെ എൻ്റെ ലൈഫിലെ ഒരു 69 ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ ലൈഫിലെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്നറിയാമോ, സെയിം മിസ്റ്റേക്ക് ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള ശക്തിയാണ് ഓരോ ബുക്കുകളുടെ നോളജ്, വിസ്റ്റം നിങ്ങളിലേക്ക് തന്നത്. കാര്യം ഞാൻ എങ്ങനെയാണ് ഈ ബുക്കുകളുടെ ഒരു അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ട് മാറിയെന്നറിയാമോ, ഓരോ ബുക്കുകൾ വായിക്കും തോറും വളരെ ചെറിയ കാശാണ് ഒരു ബുക്ക് മേടിക്കാൻ. പക്ഷെ ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റും എനിക്ക് തന്നെ ഒരു തിരിച്ചറിവുകൾ വളരെ വലുതാണ്. എൻ്റെ ലൈഫിൽ മിസ്റ്റേക്കുകൾ കുറയ്ക്കാനും മറ്റുള്ളവരുടെ മിസ്റ്റേക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ജീവിതം ജീവിക്കാനും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചേക്കുന്നത് വായനയാണ്. അപ്പൊ ഞാൻ എവറി ഇയർ ഒത്തിരി ബുക്കുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അതെനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വരുമാനം കൂട്ടാൻ, ഏറ്റവും മികച്ച ഡിസിഷൻസ് എടുക്കാനൊക്കെ എന്നെ ശക്തിയുള്ള ഒരാളാക്കി മാറ്റിയേക്കണത് വായനയാണ്. അപ്പൊ വായന തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ബുക്ക് മേടിച്ചിട്ട് ഇതിൽ വെച്ച് തുടങ്ങുക. നിങ്ങൾ ഓരോ ദിവസവും നല്ല നല്ല കൃതികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാര്യം എന്താ അറിയാമോ, വരുമാനം കൂടും, ലൈഫ് മാറും, അടിപൊളിയാവും. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് കടത്തെ തീർക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു 13 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒരു ബിസിനസ്സുകാരിയായ ഒരാളാണ്. പക്ഷെ ഈ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ ജീവിതം ആരംഭിക്കണത് കടത്തിലാണ്. കാര്യം എന്താ, എനിക്ക് കാശുണ്ടായിരുന്നില്ല ബിസിനസ് ചെയ്യാനായിട്ട്. അപ്പൊ ഏറ്റവും ആദ്യമേ എൻ്റെ ഡാഡിയുടെ പെങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങി, അമ്മായിയുടെ കടത്തിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ് ജീവിതം ആരംഭിക്കുന്നത്. അപ്പൊ ആ ഒരു ജീവിതം തുടങ്ങി ഇന്ന് ഒരു കടവും ഇല്ലാതെ ഒരു നല്ല രീതിയിൽ അസറ്റും ഒരു പാസീവ് ഇൻകവും ഒക്കെ ഉള്ള രീതിയിലേക്ക് എൻ്റെ ലൈഫിനെ എഫേർട്ട്ലെസ് ആയിട്ട് മാനേജ് ചെയ്യാനും എൻ്റെ മക്കൾക്കും ഒക്കെ ഏറ്റവും നല്ല രീതിയിലേക്ക് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാനും അവരെ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സ്കില്ലുള്ള ആൾക്കാരാക്കി മാറ്റാനും ഒക്കെ എന്നെ സഹായിച്ചത് സത്യത്തിൽ ഈ ഒരു ജീവിതം തന്നെയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ലൈഫിൽ ഗുഡ് ഡെപ്റ്റ് ഉണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ 19 വയസ്സിൽ കടം വാങ്ങി തുടങ്ങിയ ഒരു ലൈഫാണ്. പക്ഷെ ഞാൻ ആ കടം വാങ്ങിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഗുഡ് ഡെപ്റ്റ് ആയിരുന്നു. കാര്യം എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പണം കടം വാങ്ങിയത്. എന്നിട്ട് ഞാൻ അത് എൻ്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ ബിസിനസ്സിൽ നിന്ന് എനിക്ക് വരുമാനം ഉണ്ടാക്കുകയും ആ വരുമാനം ഞാൻ വീണ്ടും എൻ്റെ ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ കിട്ടുന്ന ചെറിയ ലാഭം എൻ്റെ റിയൽ എസ്റ്റേറ്റുകളിലേക്കും LICകളിലേക്കും പല പല നിക്ഷേപ മാർഗങ്ങളിലേക്കും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കുറേ വർഷങ്ങൾ കൊണ്ട് ഒരു ധനമുള്ള ഒരാളായിട്ട് മാറിയത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടം മേടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കടം കൊണ്ട് നമ്മൾക്ക് പണം ഉണ്ടാക്കാനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ആ ഒരു ഡെപ്റ്റ് എന്ന് പറയുന്നത് ഗുഡ് ഡെപ്റ്റ് ആണ്. പക്ഷെ നമ്മൾ ഒരു കാശ് കടം മേടിക്കുന്നത് ഒരു വീട് വെക്കാനോ
അല്ലെങ്കിൽ വാഹനം മേടിക്കാനോ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണ് നമ്മൾ കടം മേടിക്കുന്നതെങ്കിൽ അത് ലയബിലിറ്റിയിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് ചെലവ് മാത്രമേ വരണുള്ളൂ, വരുമാനം കിട്ടുന്നില്ല. അപ്പോൾ കടം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന കടം നല്ല കടമാണോ ചീത്ത കടമാണോ എന്ന് നമ്മൾ അറിയണം. എന്നിട്ട് നല്ല കടത്തിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കടം നമ്മൾക്ക് ക്യാഷ് ഫ്ലോ തരും. ആ കടത്തിൽ നിന്ന് വീണ്ടും വീണ്ടും നമ്മൾക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കടം എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ മോശം കടമാണ് നമ്മൾ എടുക്കുന്നത്, അത് നമ്മളുടെ ഒരു ബഡ്ജറ്റിനെ, നമ്മളുടെ ജീവിതത്തെ ഒരു ലയബിലിറ്റിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയുള്ള കടങ്ങൾ എടുക്കുമ്പോൾ തന്നെ അത് വേണ്ടാന്ന് വെക്കാനായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ലൈഫിൽ നമ്മൾക്ക് ഒരിക്കലും ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കടം 2 തരമുണ്ട്. ഏത് കടമാണ് നിങ്ങൾ എടുക്കണേന്ന് നോക്കുക. അപ്പൊ നല്ല കടമാണ് നിങ്ങൾ എടുക്കണതെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കടം എടുക്കുകയാണ്. അപ്പൊ ആ കടം എടുക്കുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ലോൺ എടുത്തിട്ട് അവനൊരു കോഴ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ആ പയ്യൻ നന്നായിട്ട് പഠിച്ച് അവനൊരു ജോലി മേടിച്ച് അവൻ ആ ഒരു കടം അടച്ച് തീർക്കുവാണെങ്കിൽ, അവൻ സ്കിൽഡ് ആയിട്ടും നല്ലൊരു തൊഴിൽ കണ്ടെത്തി അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു നിത്യവൃത്തി എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിലേക്ക് അവൻ എത്തുവാണെങ്കിൽ അതൊരു നല്ല ഡെപ്റ്റാണ്. അപ്പൊ ഇങ്ങനെ പക്ഷെ ഒരു കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു വിടാൻ വേണ്ടി നിങ്ങൾ കടം എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഡെപ്റ്റാന്ന് ഞാൻ പറയില്ല. കാര്യം വെച്ചാൽ അതൊരു ലയബിലിറ്റി ആവണുള്ളൂ. അതിൽ നിന്ന് നമുക്ക് വരുമാനമൊന്നും കിട്ടാൻ പോണില്ല. കാര്യം എന്താ, ആ കടം അടയ്ക്കാനായിട്ട് ആ കൊച്ചു നിങ്ങൾക്ക് വേണ്ടി ഒരു 5 പൈസ തരില്ല. പക്ഷെ മറിച്ച് ആ കാശ് എടുക്കണത് ആ കുഞ്ഞിന് ഒരു ബിസിനസ് തുടങ്ങാനോ, ആ കുഞ്ഞിന് ഒരു കോഴ്സ് പഠിക്കാനോ, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗത്തിനാണ് നിങ്ങൾ ആ പൈസ മുടക്കണതെങ്കിൽ അത് ഗുഡ് ഡെപ്റ്റാണ്. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ ഇനി നിങ്ങൾ മനസ്സിലാക്കുക, കടത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ കടത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിന്റെ ആ ഒരു ഭംഗി അങ്ങോട്ട് പോകും. കാര്യം എന്താ, നമ്മളുടെ വീട്ടിലുള്ളവർ തന്നെ നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഈ ഒരു കടം വാങ്ങി ചെലവൊക്കെ ചെയ്യുമ്പോൾ അവര് നമ്മളെ വളരെ പുകഴ്ത്തിയിട്ടുണ്ടാവും. എൻ്റെ അച്ഛനും എൻ്റെ ഭർത്താവും ഭയങ്കര പ്രൗഡാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊരു ബാധ്യതയായി കഴിയുമ്പോൾ ആ ബാധ്യത ഏറ്റെടുക്കാനായിട്ട് വീട്ടിലുള്ള ഒരാളും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ 100% റെസ്പോൺസിബിലിറ്റി വരിക നിങ്ങളുടെ മാത്രമാണ്. പക്ഷേ ആ ഒരു കാശ് എടുത്ത് ചെലവാക്കാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, നിങ്ങളുടെ ബന്ധുക്കളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ അതൊരു ലയബിലിറ്റി ആയിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എടുക്കാനായിട്ട് ഈ എടുത്ത ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ ചിന്തിച്ചിട്ട് ബുദ്ധിപൂർവം നമ്മളുടെ ജീവിതത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ഒരു കപ്പാസിറ്റി അല്ലെ സ്കില്ല് വളർത്തുക എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യന്റെ കഴിവാണ്. നോ പറയാനായിട്ടുള്ള കഴിവില്ലാത്തവൻ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ജീവിതത്തിൽ തോൽവിയായിട്ട് പോകും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് ആ നോ പറയാനുള്ള ചങ്കൂറ്റുണ്ടോ? അതോ എല്ലാവരെയും പ്ലീസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണോ? എല്ലാവരെയും പ്ലീസ് ചെയ്യുന്ന ഒരാൾക്ക് ലൈഫിൽ ഒന്നും ആവാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാറ്റേണിനെ മനസ്സിലാക്കുക, നിങ്ങളുടെ പാറ്റേൺ മാറ്റുക. കാരണം നിങ്ങൾ ജീവിക്കുന്ന ഒരു വീട് കടം വാങ്ങി ജീവിക്കുന്ന ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്, മകളാണ് എങ്കിൽ നിങ്ങൾ ഏറ്റവും എളുപ്പം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും എന്നറിയോ? ആ സെയിം കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യും. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഒരു പ്രശ്നമാണ്, നിങ്ങളുടെ പ്രശ്നമല്ല. കാര്യം നിങ്ങൾ ആ വളരെ കംഫർട്ടബിൾ ആയിട്ട് കണ്ടേക്കുന്നത്, വളരെ കൊച്ചിലേ തൊട്ടേ കണ്ടേക്കുന്നത് കടം വാങ്ങി കാര്യങ്ങൾ നടത്തുന്ന അച്ഛനെയും അമ്മേനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിന് അത് ഫെമിലിയർ ആയതുകൊണ്ട് നിങ്ങൾ വീണ്ടും അത് തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ ഈ കടം വാങ്ങി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിനെ ഞാൻ മാറ്റിയില്ലെങ്കിൽ പലിശ കൊടുത്ത് മുടിയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. പലിശക്കാരെ എൻ്റെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ നാളെ എൻ്റെ തലമുറയിലേക്ക് ഞാൻ ഈ ഒരു സ്വയം സ്വഭാവം, സെയിം പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്ത എൻ്റെ കുടുംബം തന്നെ മുടിയും. അതുകൊണ്ട് ഞാൻ ഇതിനെ ബ്രേക്ക് ചെയ്യണ ഒരു മാലാഖയാവണം. എൻ്റെ ലൈഫിൽ ഒരു കടവും ഇല്ലാത്ത രീതിയിലേക്ക് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണുണ്ടെങ്കിൽ അത് ഒരു തുണ്ട് ഭൂമിയാണെങ്കിലും അതിന് ഒരു കടവും ഇല്ലാത്ത ഒരു ഭൂമി കൊടുക്കാൻ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രൗഡായിട്ടുള്ള ഒരു അച്ഛനാവാൻ, അമ്മയാവാൻ എനിക്ക് പറ്റണം എന്നൊരു സ്ട്രോങ് ഡിസിഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. കടം തീർക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് കടം തീർക്കാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. പല ആളുകൾക്കും ഈ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവാറില്ല.
അപ്പൊ ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ 50% നിങ്ങൾ സക്സസ് ആണ്. അപ്പൊ ആ തീരുമാനം നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതുക. ഞാൻ ഇന്ന വർഷം ഡെപ്റ്റ് ഫ്രീ ആയിട്ട് ആവാനായിട്ട് ആഗ്രഹിക്കുവാണ്. എനിക്കത് ചെയ്യാൻ ഈ ഒരു പ്രപഞ്ചം എന്നെ സപ്പോർട്ട് ചെയ്യും. എനിക്കത് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ള കടങ്ങളില്ലേ എല്ലാം നമ്മൾ ഒരു ലിസ്റ്റ് അങ്ങ് ഉണ്ടാക്കുക. ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇരുന്നിങ്ങനെ എല്ലാം എഴുതുക. പല ആൾക്കാർക്കും അത് പേടിയാട്ടോ. ഞാൻ എൻ്റെ അടുത്ത് ഈ 1 to 1 ഒക്കെ വരുന്ന ആൾക്കാരെ ഇരുത്തിയിട്ട് അവരിരുത്തി ഇങ്ങനെ ഓരോ കടവും ഇങ്ങനെ എഴുതിക്കും. എഴുതി കഴിയുമ്പോൾ അവർക്ക് വിറയ്ക്കാൻ തുടങ്ങും, ടെൻഷൻ വരും, അവർക്ക് പേടി വരും. അപ്പൊ ഞാൻ പറയും ഒട്ടും പേടിക്കണ്ട, നമുക്കങ്ങ് എഴുതാം. എഴുതി കഴിയുമ്പോഴത്തേക്ക് അവനൊരു ക്ലാരിറ്റി കിട്ടി. കാര്യം എനിക്ക് ഇത്രയും കടമുണ്ട്, ഇതിന് ഇത്രയും ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഇത് ബ്ലേഡിൽ നിന്ന് മേടിച്ചതാണ്, ഇത് ബാങ്കിൽ നിന്ന് മേടിച്ചതാണ്. ഒരു നല്ല ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കാൻ പറ്റും? നമ്മളുടെ ഏറ്റവും ഈ ബ്ലേഡിൽ നിന്ന് മേടിച്ച കടത്തിൻ്റെയൊക്കെ പ്രശ്നം എന്താ? നമ്മൾ ഈ കൈവായ്പയൊക്കെ മേടിക്കുന്ന ആൾക്കാർ നമ്മളെ കൊന്നു പലിശ മേടിക്കും. അപ്പൊ ഇവന്മാരെ നമ്മൾ വെച്ചോണ്ടിരുന്നാൽ നമ്മുടെ സമാധാനം പോവും. എല്ലാ ദിവസവും വീട്ടിൽ വരും, ബഹളം ഉണ്ടാക്കും. അപ്പൊ ചെറിയ കടങ്ങൾ നമ്മൾ ഏറ്റവും ആദ്യം തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. കാര്യം ഈ ആൾക്കാരിങ്ങനെ ഓരോ ദിവസം വന്ന് കാശ് ചോദിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് നാണക്കേടാണ്. അപ്പൊ നെയ്ബർ കാണും, ഓ ഇവൻ കാശ് കൊടുക്കണില്ല, അവൻ വന്ന് ഒച്ച എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനം പോവും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു കാരണവശാലും വീടിന്റെ അകത്ത് കയറ്റില്ല എന്ന് അങ്ങ് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് അവന്റെ ആ കട ആദ്യം അങ്ങ് തീർക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടേ? നാലാമത്തെ കാര്യം എന്താ അറിയാമോ? നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക. ചിലപ്പോൾ നമ്മുടെ വൈഫിന് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടാവും. ഈ സ്ഥലമൊക്കെ ചിലപ്പോൾ നമുക്കത് ഇവിടെ കിടക്കുവാണ്, അതിനൊരു ഗുണവുമില്ല. പക്ഷെ കടത്തിന് ഇങ്ങനെ പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലിശയുടെ പ്രത്യേകത എന്താ? കോമ്പൗണ്ട് ചെയ്ത് നമ്മളെയും കൊന്നിട്ട് പോകും. പക്ഷെ സ്ഥലം ഇപ്പൊ എന്താ? വിലയില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എത്ര നേരത്തെ നമ്മൾ ആ കട അടച്ചു തീർക്കണോ അത്രയും പലിശയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സ്വർണത്തിനാണെങ്കിലോ ഇപ്പൊ 1 പവൻ കൊണ്ട് വെച്ചാൽ നല്ല കാശ് കിട്ടും. അപ്പൊ നമുക്കൊരു 10 പവൻ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ കടങ്ങൾ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും. അപ്പൊ നമ്മളെ ആവശ്യമില്ലാത്ത സ്വർണ്ണമാവാം, സ്ഥലമാവാം, ഇവയൊക്കെ വിറ്റിട്ട് കടം തീർക്കാം. കാര്യം എന്താ? അത് നമ്മൾക്കൊരു തലമുറയിലേക്ക് പോലും ഈ കടം കൊടുക്കണത് നല്ലതല്ല. കാര്യം നാളെ നമ്മൾ ഉണ്ടോന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി കൊണ്ടുവരുന്നു. അവര് അവര് നമ്മളുടെ അഭാവത്തിൽ അവരൊന്ന് കാശ് ചോദിക്കുന്നു. ഇതൊക്കെ നമ്മൾക്കൊരു മോശമാണ്. നമ്മളുടെ ബാധ്യത മക്കളുടെ തലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകളുടെ 100% ഉത്തരവാദിത്വം എടുത്ത് അതങ്ങ് തീർക്കുക. പിന്നെ എന്താ ചെയ്യണ്ടേ? അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ബഡ്ജറ്റ് ഉണ്ടാക്കുക. പല മനുഷ്യർക്കും ചെലവിനെ പറ്റി ഒരു ബന്ധവും ഇല്ല. ശമ്പളം കിട്ടി കഴിഞ്ഞാൽ 10-ാം തീയതി ആകുമ്പോൾ കാശ് തീരും. പിന്നെ കടം മേടിച്ചിട്ടാണേലും കാര്യങ്ങൾ നടത്തും. എങ്ങോട്ട് പോകുന്നു എന്ന് അവർക്ക് ഒരു ബോധ്യവും ഇല്ല. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ഓരോ ചെലവും ഡെയിലി ട്രാക്ക് ചെയ്യുക, എഴുതി വെക്കുക. എഴുതി വെച്ചൊരു 3 മാസം നമ്മളിങ്ങനെ നമ്മുടെ ആ ചെലവുകളെ പെർഫെക്റ്റ് ആയിട്ട് നമ്മളിങ്ങനെ വാച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിന് എന്തൊക്കെ ചെലവാക്കണുണ്ട്, അനാവശ്യത്തിന് എന്തൊക്കെ ചെലവ് വരുന്നുണ്ട്, അത്യാവശ്യം എന്തൊക്കെയുണ്ട്, ഇത് നമുക്ക് മനസ്സിലാവും. ഈ കാര്യത്തിൽ അത്യാവശ്യത്തിന് മാത്രം പിടിക്കുക. കാര്യം നമ്മൾ കടത്തിലാണ്. എന്നിട്ട് ഈ അത്യാവശ്യം വെച്ചിട്ടൊരു ബഡ്ജറ്റ് ഒന്ന് ഉണ്ടാക്കുക. ആ കാര്യങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ നിർത്താൻ നോക്കുക. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ അനാവശ്യത്തിന് വേണ്ടാന്ന് പറയും, ആവശ്യത്തിനും വേണ്ടാന്ന് പറയും. അത്യാവശ്യം മാത്രം നമ്മൾ നടത്തും. പല സ്ഥലത്തും നമ്മൾ പറയും ഇത് പറ്റൂല, എൻ്റെ ഈ പൈസ ഇല്ല. അപ്പൊ കുറച്ച് നോയൊക്കെ മക്കൾ കേട്ട് പഠിക്കട്ടെ. ഭാര്യയൊക്കെ ഇന്ന് മീൻ മേടിക്കണം എന്ന് പറയുകയാണെ, ഇന്ന് നീ വേണേ മീൻ മേടിച്ചോ, പക്ഷെ നീ മേടിക്കുന്ന മീനുണ്ടല്ലോ ഒരു 100 രൂപയെ കൂടുതൽ കൂടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് പൈസ ഇല്ല, ബഡ്ജറ്റ് ഇതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റുമ്പോഴാണ് അവർക്ക് മനസ്സിലാവണത് എൻ്റെ ഈ കാശില്ല. പക്ഷെ നമ്മൾ കടം മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറെ ദിവസം കഴിയുമ്പോൾ ഇവര് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്ത മനുഷ്യ എന്നൊക്കെ ചോദിക്കണ പോലെ അവർ വരും. ചില ഭാര്യമാരായിരിക്കും കടം മേടിക്കണേ. അപ്പൊ അവരിങ്ങനെ ചെയ്ത് വരുമ്പോൾ മക്കൾക്ക് അറിയോ? മക്കൾക്ക് എല്ലാ ദിവസവും ഫ്രൈഡ് റൈസ് കൊടുക്കണു, ചിക്കൻ കൊടുക്കണു. പക്ഷെ ഇത് കടം മേടിച്ചിട്ടാന്ന് അവരറിയില്ല. അവസാനം എന്ത് പറ്റും? അമ്മ എന്ത് ചെയ്തു എന്ന് അവർ ചോദിക്കുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യും. അപ്പൊ ഉറപ്പായിട്ടും ബഡ്ജറ്റ് ഉണ്ടാക്കുക, അത്യാവശ്യങ്ങൾ മാത്രം ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യുക, പല കാര്യങ്ങളോടും നോ പറയുക. അപ്പൊ നോ പറയുമ്പോൾ അവർക്ക് എന്താ ഗുണം ഉണ്ടാവണേ? അവർക്ക് തോന്നും എനിക്ക് ഈ കാര്യം ചെയ്യണം. ആ കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ജോലി എടുക്കണം എന്നുള്ളൊരു തോന്നൽ അവരുടെ വരും.
അപ്പൊ ഈ നോ നോ കേൾക്കുമ്പോൾ അവൻ അവനിലേക്ക് നോക്കാൻ തുടങ്ങും. അവന്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ ഗുണം ഉണ്ടാവണേ? അവന് വേണ്ടിയിട്ട് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. കാര്യം എന്താ? അവന്റെ ആഗ്രഹങ്ങൾ നടത്തേണ്ട ഉത്തരവാദിത്തം ഇവിടെ അമ്മയ്ക്കും അപ്പനും നടക്കില്ല. അപ്പൊ ഞാൻ എന്റെ കാലിൽ നിന്ന് എന്റെ ആഗ്രഹം, എനിക്കൊരു ബൈക്ക് മേടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈ പഠിക്കുന്നതിനൊപ്പം എവിടെയെങ്കിലും 2 മണിക്കൂർ എനിക്ക് ജോലി എടുക്കാൻ പറ്റുമോ? എനിക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ? എന്നിട്ട് എനിക്ക് ബുള്ളറ്റ് മേടിക്കാൻ പറ്റുമോ? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ, അവരുടെ കാലിൽ നിൽക്കാനും അവർ സമ്പാദിക്കാനും തുടങ്ങും. കാരണം സ്വന്തമായിട്ട് സമ്പാദിച്ചുണ്ടാക്കുമ്പോഴുണ്ടല്ലോ, സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. അല്ലാതെ വല്ലവരും തന്നെ ഒരു വിലയില്ല. അപ്പം ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഏത് പങ്കാളിയാണെങ്കിലും മടിയന്മാരാക്കാതിരിക്കുക. അവരെ അവരുടെ ചോറ് ഉണ്ണുമ്പോൾ അന്തസ്സോടെ ഉണ്ണാനായിട്ടുള്ള ഒരു സ്കിൽഡാക്കുക. എല്ലാവർക്കും വരുമാനം വേണം. ചെലവുകൾ എന്ത് ചെയ്യണം? അപ്പം മാത്രം എടുക്കുന്ന സിസ്റ്റം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. 5 പേരും നമ്മുടെ അത്ര അവരെ അപ്പൊ തന്നെ അവരോട് പറയണം, വീട്ടിൽ ഇതാണ് ചെലവ്. ഈ ചെലവിന്റെ ഒരു ഭാഗം നീ എനിക്ക് തരണം. ഭാര്യയോടാണേലും പറയണം, എനിക്കിതാണ് ഇത്രയാണ് ഈ വീട്ടിൽ ചെലവ് വന്നത്. നീയും എന്തെങ്കിലും സ്കില്ലൊക്കെ പഠിച്ചിട്ട് നീയും വീട്ടിലേക്ക് കൊണ്ടുവരണം. ഒരാൾക്ക് തന്നെ ഇന്നത്തെ ഈ കാര്യങ്ങൾ നടത്താൻ പറ്റില്ല. അപ്പൊ എല്ലാവരും വരുമാനം ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചെലവുകളും ഡിവൈഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവും. എല്ലാവരുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. വീടെന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പമുള്ള സ്ഥലമായിട്ട് മാറും. അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം അതൊരു ബാധ്യതയായിട്ട് മാറും. അപ്പൊ അത് ചെയ്യുക. എഗെയിൻ ഒരു 9 to 5 ജോബിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനായിട്ടുള്ള എന്തെങ്കിലും വഴിയും കൂടി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഒരു സ്കില്ലെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാര്യം എന്താ? ഒരു ജോലി തന്നെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ട്രാപ്പാണ്. അപ്പൊ നമ്മൾക്ക് സൺഡേ ഒരു കോഴ്സ് പഠിക്കാൻ പറ്റുമോ? നമ്മൾക്ക് ഒന്നുകൂടി അല്ലെങ്കിൽ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വിറ്റിട്ട് കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ? എങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റും നോക്കുക. വഴിയൊക്കെ കിട്ടും നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പൈസ വേറൊരു ഇൻകം കൂടി ഉണ്ടാക്കാനുള്ള ലെവലിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക. എഗെയിൻ ഈ ഒരു വരുമാനം ഉള്ളതിൽ നിന്ന് ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഈ കടത്തി നിൽക്കുമ്പോൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റിയും കൊണ്ടുവരിക. കാര്യം എന്താ? ഒരു ഇൻകം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈ കടത്തിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്കൊരു അസറ്റും കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാക്കിയ പിന്നെ ഈ കടം തീർന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ നിക്ഷേപം, അസറ്റിലേക്കുള്ള നിക്ഷേപങ്ങളില്ലേ, കൂട്ടാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. 8ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഏറ്റവും പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യം എന്ന് അറിയാമോ? അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ വരും. ചിലപ്പോൾ രോഗമാവാം, ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളാവാം, എന്തെങ്കിലുമൊക്കെ വരാം. രോഗം വരാം, തൊഴിൽ പോകാം, എന്തെങ്കിലുമൊക്കെ ഒരു നീഡ് നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. ചിലപ്പോൾ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആവാം, എന്തെങ്കിലും കാര്യം. അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കുറച്ച് കാശ് വേണം. അപ്പൊ ഈ ക്യാഷിന് വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കണം. കാര്യം കോവിഡ് വന്നു. കുറേ മാസങ്ങൾ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പൊ നമുക്കൊരു 6 മാസത്തെ ക്യാഷ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെയൊക്കെ ജോലി പോയാലും നമ്മളുടെ കുടുംബം പട്ടിണിയാവൂല. നമ്മളുടെ ലോണുകള് അടയ്ക്കാൻ പറ്റും. നമ്മൾക്കൊരു സന്തോഷത്തോടെ ഇമ്പമുള്ള സ്ഥലമായിട്ട് വീടിന് ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നീറി മേടിക്കും. അരി മേടിക്കാൻ കാശില്ല. അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ചെയ്യാൻ പോലും പൈസയില്ല. ഞാൻ എന്ത് ചെയ്യും എന്ന് ചിന്തിക്കും. അപ്പൊ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. 6 മാസത്തെ എമർജൻസി ഫണ്ടെങ്കിലും നമ്മൾ സ്വരൂപിച്ച് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എഗെയിൻ 9ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ പല ആളുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ, പല ആൾക്കാർക്കും ഇപ്പൊ ഇപ്പൊ ഈ ഒരു 45-50 വയസ്സൊക്കെ ആകുമ്പോൾ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഷെയർ കിട്ടാം, നമ്മൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ഷെയർ കിട്ടാം, അല്ലെങ്കിൽ ഒരു ചിട്ടി കിട്ടാം. പല പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വരാം, ഒരു ലംസമായിട്ടൊരു എമൗണ്ട്. അപ്പൊ ഈ വരുമാനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് എക്സ്ട്രാ കിട്ടിയല്ലേ, അപ്പൊ നമുക്ക് കടത്തിലൊന്നും തീർക്കണ്ട, നമുക്ക് പോയിട്ടൊരു ടൂറ് പോയേക്കാം, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കടം എപ്പോഴും നമുക്കൊരു ലയബിലിറ്റിയാണ്. കടം തീർന്ന എന്താ ഗുണം? നമുക്ക് പിന്നെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. അപ്പൊ ആ കാശ് നേരെ ആ കടം അടച്ചങ്ങ് തീർക്കാം. അപ്പൊ നമുക്ക് കുറെ കൂടി പലിശ കുറയ്ക്കാൻ പറ്റും. നമുക്കൊരു ഫീലിംഗ് ആണ് ഈ കടമില്ലാതിരിക്കുമ്പോൾ. അതൊരു സുഖമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ അത് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാലേ, പല മനുഷ്യരുടെയും പ്രശ്നം ഈ കടത്തിൽ നിൽക്കുമ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വണ്ടി മേടിക്കുക, ആഡംബരം ഉണ്ടാക്കുക, വില കൂടിയ സാരി മേടിക്കുക, മാല മേടിക്കുക, കാറ് മേടിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യണത് നമ്മളോട് തന്നെ ചെയ്യണ ചതിയാന്ന് മനസ്സിലാക്കുക. കാര്യം നമ്മളുടെ ലൈഫിൽ വേറൊരാളെ കമ്പയർ ചെയ്ത് നമ്മൾ നോക്കിയ ലൈഫിൽ ഒരിക്കലും നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല, സംതൃപ്തി ഉണ്ടാക്കാൻ പറ്റില്ല, ലൈഫിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കുക? നമ്മൾ നമ്മളുടെ ഒരു റിയൽ ആയിട്ട് സത്യസന്ധനാവുക.
ഓതന്റിക് ആവുക. നമ്മുടെ ജീവിതത്തിൽ കടം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിക്കാനും എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടിയിട്ട് പാർട്ടി നടത്താനൊന്നും പോകാതെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം എടുക്കുക, നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആഡംബരം കുറയ്ക്കുക. ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എനിക്ക് കുറേ വർഷങ്ങൾ എൻ്റെ എവരി ഇയർ ട്രാവലൊക്കെ പോണ ഒരാളായിരുന്നു ഞാൻ. അപ്പൊ കുറേ വർഷങ്ങൾ കടം വന്നപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, മക്കളെ, നമ്മൾക്ക് ഈ കടം തീരണ വരെ ഒരു ഫോറിൻ ട്രാവലും നടക്കൂല. കാര്യം ഫസ്റ്റ് എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് ഫ്രീ ആവലാണ്. അവരെല്ലാ ദിവസവും അപ്പൊ ഞാൻ പറയും, ഈ കടമൊക്കെ തീർന്നു കഴിഞ്ഞാൽ പലിശയൊക്കെ തീർത്തിട്ട് നിങ്ങളെ ഞാൻ ട്രാവൽ ചെയ്യിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് പഠിച്ച് നിങ്ങൾ മിടുക്കന്മാരായിട്ട് നിങ്ങൾ നിങ്ങൾ ആ കാശ് എനിക്ക് തരണ്ട, നിങ്ങൾ ട്രാവൽ ചെയ്ത്. ഇപ്പൊ മോൻ കഴിഞ്ഞ വർഷത്തിൽ തന്നെ അവന്റെ സ്വന്തം കാശ് കൊണ്ട് അവൻ 5-6 രാജ്യങ്ങൾ പോയി കണ്ടു. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നമ്മളുടെ മക്കളെ റിയൽ ആയിട്ട് ജീവിക്കാനായിട്ട് പഠിപ്പിക്കുക. അല്ലാതെ ഫേക്ക് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവരും ഈ എക്സ്റ്റേണൽ വാലിഡേഷന് പോയി 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 പോയാ സമാധാനം പോകും. കാര്യം എന്താ? വല്ലവരെയും നോക്കി നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം നമ്മളെക്കാൾ വലിയ ആൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇന്നൊരാള് എന്താണ്, ഏഹ്, ഏതെങ്കിലും ഒരു വണ്ടി മേടിച്ചു, ഇപ്പൊ പോർഷ് മേടിച്ചു, അല്ലെങ്കിൽ BMW മേടിച്ചു, ഇതൊന്നും നമ്മളുടെ കാര്യമല്ല. നമ്മുടെ സമാധാനത്തിനനുസരിച്ചും നമ്മുടെ സന്തോഷത്തിനനുസരിച്ചും നമുക്ക് വേണ്ടൊരു വെഹിക്കിൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടൊരു വീട് വെക്കുക എന്നുള്ളൂ. അല്ലാതെ ഒരു വീട് കണ്ടിട്ട് വീട് വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ റിയൽ ആയിട്ട് അങ്ങ് ജീവിച്ചേക്കാം. അവന് ഇഷ്ടമുള്ള ചെയ്തോട്ടെ. പക്ഷെ അവനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അണ പോലും ഞാൻ മാറ്റിവെക്കില്ല. കാര്യം എനിക്ക് ആഡംബരമല്ല, എനിക്ക് സമാധാനമാണ് വേണ്ടത്. അതങ്ങനെ പറയാനായിട്ടുള്ള ചങ്കൂറ്റുണ്ടാക്കുക. 11ാമത്തെ കാര്യം എന്ന് പറഞ്ഞാല്, പലപ്പോഴും ഇപ്പൊ ആൾക്കാരെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന സാധനം എന്താണെന്നറിയാമോ? ഈ ക്രെഡിറ്റ് കാർഡാണ്. ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ഈ പ്ലാസ്റ്റിക് മണി ആവുമ്പോൾ എന്താ സംഭവിക്കും? നമുക്കൊരു പെട്ടെന്ന് ഈ സാധനം മേടിക്കുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ അമിതമായിട്ട് ചെലവ് ചെയ്യണത്, ഒരു അമിതമായിട്ട് ഷോപ്പിംഗ് ചെയ്യണത് പല ആൾക്കാർക്കും ഒരു രോഗമാണ്. എനിക്കും ആ രോഗം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും എവിടെ പോയി കഴിഞ്ഞാലും കാർഡ് കയറി മേടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അതിന്ന് കാശില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ? ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണത്, ക്രെഡിറ്റ് കാർഡ് ഞാൻ വീട്ടിൽ പൂട്ടി വെച്ചിട്ട് കാശ് എടുത്ത് ആ കാശ് കൊണ്ട് കൊടുത്തിട്ട് മേടിക്കാൻ തുടങ്ങി. ഈ ക്യാഷ് ഇങ്ങനെ എണ്ണി കൊടുക്കുമ്പോൾ ഇത്തിരി ചങ്കിന് വേദനയൊക്കെ വരും. അപ്പൊ എന്ത് ചെയ്യും? വാങ്ങൂല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുക. കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ നിങ്ങൾ 1, 2, 3 പ്രാവശ്യം ആലോചിക്കും. അപ്പൊ പല പർച്ചേസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേടിക്കാതിരിക്കാൻ പറ്റും. അപ്പൊ ക്രെഡിറ്റ് കാർഡ് പർച്ചേസ് ഒഴിവാക്കിയിട്ട് കാശ് കൊടുത്ത് മേടിക്കാൻ തുടങ്ങുക. 12ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഓരോ ദിവസവും നമ്മൾ ചെലവാക്കണ ഓരോ കാശും എഴുതി വെക്കുക. ആ എഴുതി വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? ഓരോ ദിവസവും നമ്മൾക്ക് എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കാശ് പോയി, എന്തൊക്കെ നല്ല പർച്ചേസിന് പോയി എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഓരോ ദിവസവും നല്ല ഡിസിഷൻ എടുക്കാൻ നമ്മളെ അത് പഠിപ്പിക്കും. ഇപ്പൊ എല്ലാ ദിവസവും ഒരു ബുക്ക് വെച്ച് അത് എഴുതാൻ തുടങ്ങുക. അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലേക്ക് ഇടുക. അപ്പൊ അതും ചെയ്താൽ മതി. ട്രാക്ക് ചെയ്യുക. ഏറ്റവും അവസാനത്തെ കാര്യം എന്താ അറിയാമോ? കടത്തിലൊക്കെ ആണെങ്കിൽ കുടുംബത്തോടെ സത്യസന്ധമായിട്ട് അങ്ങ് പറയുക, എടാ എനിക്ക് ഇത്രയും കടമുണ്ട്, ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, നമുക്ക് ഒരുമിച്ച് ഈ ഒരു കടത്തിൽ നിന്ന് ഇറങ്ങണം. കാരണം നമുക്ക് കടം ശരിയാവൂല. ഇന്ന് മക്കളെല്ലാവരും അതിന് വേണ്ടിയിട്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കടത്തിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇതാണ് എൻ്റെ അവസ്ഥ, കടത്തിലാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് അവരെ അപ്പം അന്ന് വണ്ടിയിലൊക്കെ ഡ്രൈവറെ വെച്ചിട്ട് കൊണ്ടുപോവാണ്. പക്ഷെ ഞാൻ അന്ന് അത് കട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അവരെ പബ്ലിക് സ്കൂളിന്റെ ബസ്സിലേക്കാക്കി, കോളേജിന്റെ ബസ്സിലേക്കാക്കി, പല പല റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അപ്പൊ ഈ ഒരു റെസ്ട്രിക്ഷനൊക്കെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് വന്നൊരു ബോധ്യമുണ്ട്, ഞങ്ങൾ പഠിക്കണം, ഞങ്ങൾ വരുമാനം ഉണ്ടാക്കണം, പപ്പയും മമ്മിയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് എൻ്റെ മക്കൾക്കുണ്ടല്ലോ. ഈ ഒരു വിഷമം വന്ന സമയമില്ലേ, ഈ ഒരു ഫെയിലിയർ ടൈമില്ലേ, അതിൽ അവർക്ക് ആ ഒരു പെയിൻ അവർക്ക് മനസ്സിലായി. സന്തോഷമുള്ള സമയത്ത് അവർക്കത് മനസ്സിലായിരുന്നില്ല. അപ്പൊ വേദനകൾ നമുക്ക് തരുന്നത് കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അപ്പൊ നമ്മുടെ മക്കളോട് നമ്മൾ റിയൽ ആയിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവര് നമ്മളെ ചേർത്ത് പിടിക്കും. അവര് നമുക്ക് വേണ്ടിയിട്ട് നിൽക്കും, നിലകൊള്ളും. അവര് നമ്മളുടെ ജീവിതത്തിലെ എന്തായിട്ട് മാറും? ഒരു വസന്തകാലമായിട്ട് മാറും. അപ്പൊ നമ്മളുടെ മക്കളും നമ്മുടെ പങ്കാളിയൊക്കെ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ റിയൽ ആവുക. സത്യസന്ധമായിട്ട് നമ്മൾ പറയുക. ആണായാലും പെണ്ണായാലും ഒരു പ്രശ്നവുമില്ല. നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏതൊരാളും സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് അങ്ങോട്ട് പോയാലുണ്ടല്ലോ,
ഏത് കടവും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കും. നിങ്ങളിലേക്ക് പണം ഒഴുകും. നിങ്ങൾ ഡെപ്റ്റ് ഫ്രീ ആവും. സമാധാനം ഉണ്ടാവും. അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫ് മാജിക്കലി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടതിന് നന്ദി. താങ്ക് യു. ലവ് യു.